ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ ഗിവ് അവേ അനൗൺസ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ ലൈവിൽ വന്നിരിക്കുകയാണ്. ഞാൻ 12 മണിന്നാ പറഞ്ഞിരുന്നത്, കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമുക്ക് നോക്കാം കേട്ടോ ആരൊക്കെ വരുന്നത്. കുറച്ച് പേര് വന്നിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പേര് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം. ഓക്കെ, കുറെ പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ടൈം മാറിപ്പോയതുകൊണ്ട് എല്ലാവരും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ നമ്മുടെ ഗിവേക്ക് ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. ആൾമോസ്റ്റ് 4000 എബോ കമൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഗിവേക്ക് 1 lakh കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്, എന്നാലും നല്ലൊരു സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് നമ്മൾ ടൈം മാറിപ്പോയത് കൊണ്ടാ തോന്നുന്നു. ഫോണില്ല, എല്ലാവരും ഇതായിരുന്നു നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ. ഇപ്പം എത്ര കമൻസ് ഉണ്ട് അറിയാം? 4257 കമൻസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ എന്താ ഐറ്റം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ, ഈ ഒരു നെക്ക് പീസും അതുപോലെ തന്നെ ഇയറിങ്സും. ഈ നെക്ക് പീസിൻ്റെ ഇയറിങ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ, ഇതിലിപ്പോൾ വെക്കാൻ വിട്ടുപോയതാണ്. അതിൻ്റെ ഒരു ഗ്രീൻ കളർ ഈ ഒരു ഫ്ലവർ വരുന്ന ടൈപ്പിൻ്റെ ഒരു ഇയറിങ്സും കൂടെ വരുന്നുണ്ട്. ഈ ഒരു സെറ്റാണ് കേട്ടോ നമ്മൾ ഗിവ് അവേയിൽ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം പേര് വന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കണു. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ സ്റ്റോറി ഒന്ന് ഇട്ടിട്ട് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോൾ ഹോൾസെയിലും അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും കുറേ ഡൗട്ട്സുകളുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ. ഇപ്പോൾ നമ്മൾ റീസെല്ലിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കൂടെ ചോദിക്കാം കേട്ടോ. ഹായ്, ഇപ്പോൾ കുറേ പേര് വരാൻ വെയിറ്റ് ചെയ്യണോ അതോ ഞാൻ അനൗൺസ് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ 2 പേരെ ടാഗ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ റീൽസ് ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ റൂൾസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഇടുക കേട്ടോ. എല്ലാവർക്കും ഹായ്. കുറച്ച് പേരായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നേ. നമുക്ക് നോക്കാം കേട്ടോ. കറക്റ്റ് ഒരു 1 o'clock വരെ വെയിറ്റ് ചെയ്യണം. നമുക്കൊരു 2-3 minutes നോക്കിയിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാവർക്കും ഓക്കെ. ഹായ് ഹായ്, പറഞ്ഞ സമയത്തിന് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ലേ.
ഓക്കെ, നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കാം. നിങ്ങളിപ്പോൾ ഈ റീൽസ് അല്ല ലൈവ് കാണാൻ പറ്റില്ലെങ്കിൽ ഞാനിവിടെ സേവ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ മതിയല്ലോ, നമ്മൾ അനൗൺസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്യോ. ഓക്കെ, ഹായ്. നമ്മളപ്പോൾ അനൗൺസ് ചെയ്യാം കേട്ടോ. കുറച്ച് പേരെ ആയിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. യുവർ ജെൽസ് കളക്ഷൻ സൂപ്പർ മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ചെറിയൊരു ടൈമേ നമ്മളായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞതിന് താങ്ക് യു. കുറേ പേര് റിപ്ലൈ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്, കുറച്ച് പേരൊക്കെ പറഞ്ഞു. ഞാൻ ഒരാളാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊരു ഇതാണ്. അഥവാ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ റീസെല്ലിങ്ങിനെ കുറിച്ചിട്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ എമൗണ്ട് എടുക്കണം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് റീസെല്ലിങ്ങിനെ കുറിച്ച്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ SN മല്ലു വ്ളോഗ്സ് എന്നാണ് പേര്. അപ്പോൾ അവിടെ നമ്മളെല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഹലോ ചേച്ചി, നമ്മുടെ നന്ദന നമ്മുടെ മുന്നത്തെ ഗിവേയുടെ വിന്നറാണേ. താങ്ക് യു. അപ്പോൾ നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പോൾ ലൈവിൽ, പക്ഷേ ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യാം. ഒരുപാട് ടൈം എടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. കളക്ഷൻ സൂപ്പറായിട്ടോ, നൈസ് കളക്ഷൻ. താങ്ക് യു. ഓക്കെ, നമുക്കപ്പോൾ അന്ന് നമ്മൾ കുറേ ടൈം എടുത്തിരുന്നു, 14 പേര്. അപ്പോൾ എന്തായാലും നമ്മൾ ഗിവ് അവേയുടെ നമ്മളോട് ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. കോപ്പി ചെയ്യുന്നത് കാണുന്നുണ്ടോ? കോപ്പി ചെയ്തു. നേരെ ഇരിക്കട്ടെ. അപ്പം ഞാൻ അനൗൺസ് ചെയ്തോട്ടെ, നമ്മൾ കൊടുത്തോട്ടെ. ഹലോ, ഹായ്. എന്തായാലും ഞാൻ കൊടുക്കാൻ പോവാണേ. ഇവിടെ അതിൻ്റെ സെറ്റിങ്സോടെ വിന്നർ 1 കൗണ്ട് ഡൗൺ 3 മിനിമം ടാഗ്. ഓക്കെ, ഇപ്പം ഞാൻ കൊടുക്കണ്ടേ. വെയിറ്റ് ചെയ്യാം ആരായിരിക്കും എന്നുള്ളത്. എന്താ ഓക്കെ, ഒരു മിനിറ്റ്. ഓൺലി 3 എന്താ, ഒരു മിനിറ്റ്, ഒരു ടെക്നിക്കൽ ഇഷ്യൂ. എക്സൈറ്റഡ്, എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തൊരു എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ആയാ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. വിഷ് ടു വിൻ, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് നോക്കാം ആർക്കാന്നുള്ളത്. സ്റ്റാർട്ട് ഗിവ് ചെയ്യാൻ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ കൊടുക്കുകയാണേ. ആർക്കാന്ന് അറിയാട്ടോ. നമ്മുടെ നിഹിരാജൽസ് ബൈ ഷാലുവിൻ്റെ സെക്കൻഡ് ഗിവ് വിന്നർ നിഷാഹ് പറഞ്ഞിട്ട് ഒരാളാണ്. ഇതൊരു കേക്കിൻ്റെ DP ആണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ എന്ന് വിചാരിക്കും എല്ലാവർക്കും. ഇതാണ് ആളുടെ ID. നമുക്ക് നോക്കാം കേട്ടോ ആൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന്. നിഷാഹ്, ഇതാണ് കേട്ടോ പേര്. ഇപ്പോൾ ഈ ലൈവിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ കൺഗ്രാജുലേഷൻ. നമുക്കൊന്ന് ആൾ നമ്മളെ ഫോളോ ചെയ്യണ്ടോയെന്നും കൂടി ഞാൻ നോക്കി നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്കൊന്നും കൂടി ചെയ്യേണ്ടി വരും. നോക്കട്ടെ കേട്ടോ. അതുപോലെ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടോ എല്ലാം ഒന്ന് നോക്കട്ടെ. അയ്യോ, ആ നമ്മൾ ഫോളോ ചെയ്യും.
ഓക്കെ, ആളുടെ പ്രൊഫൈൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. NISHAAHH. നിൻഷാ. ഓൺലി 1 വിന്നർ ആ മാം. ഓൺലി 1 വിന്നർ. കേട്ടോ, നമുക്ക് ആളെ കിട്ടുന്നില്ല സെർച്ച് ചെയ്തിട്ട്. ഒരു മിനിറ്റ്, ആൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ചിലർ ചുമ്മാ വന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ യെസ്, നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇല്ല കേട്ടോ, നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ആള്. എന്താ കേട്ടോ, ബാക്കി റൂൾസ് ഒന്ന് നോക്കട്ടെ. കമൻറ്റ് സെക്ഷനിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. One minute. എന്താ കമൻറ്റ്? ഓൺലി 1. ഓൺലി 1 വിന്നറാണ്. അപ്പോൾ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, നിൻഷ എന്നാണ്. പക്ഷേ ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ, ആൾ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടോ എന്താണെന്നുള്ളത്. ഫോളോ ചെയ്യുന്നുണ്ട് നമ്മളെ. തിരിച്ച് അവർ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അതില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ എടുക്കാം കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗിവ് അവേ ചെയ്തതിൽ നമ്മൾ ഫസ്റ്റ് ഗിവ് അവേക്ക് കൊടുത്തിരുന്നു, സെക്കൻഡ് ഗിവ് അവേയും കൊടുത്തിരുന്നു, തേർഡ് ഗിവ് അവേ നമ്മൾ നോക്കിയപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു റൂൾസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമൻറ്റ്സ് ഇടുക, അങ്ങനെ അതായത് ടാഗ് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്, ഇതാ ആള് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആളാകെ ഒരാളെ ടാഗ് ചെയ്തിട്ടുള്ളൂ. എന്താട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തു, അല്ല സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്. ഇതാണ്ടോ, ആൾ ഒരാളെ ടാഗ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ നമുക്കത് എലിജിബിൾ അല്ല. കാരണം നമ്മൾ പറഞ്ഞതാണ് 2 പേരെ ടാഗ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് കേട്ടോ വേറെയും കമൻറ്റ്സ് ഉണ്ടോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ അല്ല കാണിച്ചു, ഞാൻ ടാബിൽ കാണിച്ചു. കണ്ടോ കണ്ടോ, എന്താ ആള് ഒരാളെ ടാഗ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്വാളിഫൈഡ് ആക്കുന്നില്ല. അപ്പം നമുക്ക് എഗെയിൻ ഒന്നും കൂടെ എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഒന്നും കൂടി എടുക്കണം, മാറ്റിയെടുക്കാം. ഓഫ്കോഴ്സ് നമുക്ക് മാറ്റിയെടുക്കാം. ടാഗ് ചെയ്തിട്ടില്ല ആള്. കാരണം നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടാവും, അതിപ്പോൾ എനിക്ക് കിട്ടില്ല എന്നൊരു ഇതിലായിരിക്കും പലരും ചില ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യത്തിൽ അത് മിസ്സായി പോകും. അതാണ് പ്രശ്നം. അപ്പോൾ എന്നാൽ നമ്മൾ വേറെ ഒരാളെ ചൂസ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ആൾ ലൈവിന് വന്നിട്ടുണ്ട്, പക്ഷെ ആൾ ഒരാളെയാണ്. ഹായ്, നമ്മൾ നോക്കുമ്പോൾ അവർ ഒരാളെയാണ് കേട്ടോ ടാഗ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ അയാൾ എലിജിബിൾ ആണെങ്കിൽ നമ്മളായിട്ട് ടാഗിൽ കാണില്ല. കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഹായ്, ഇപ്പോൾ നിൻഷ ഒന്ന് നിങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാവോ? നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഒരു ടാഗാണ് കേട്ടോ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, ഒന്ന് ഓക്കെ ഓക്കെ കേട്ടോ. കമൻറ്റ്സ് ഉണ്ട്, പക്ഷെ ടാഗ് ഒന്നോ കൊടുത്തിട്ടുള്ളൂ. നമ്മൾക്ക് എല്ലാ റൂൾസും നോക്കിയിട്ടല്ലേ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് ഉണ്ടോ? അപ്പോൾ 2 പേരെ ടാഗ് ചെയ്തിട്ടുണ്ട്. എത്ര നോക്കട്ടെ ഏട്ടാ. യെസ്, അല്ല നേരത്തെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ആള് അല്ല, ഇത് എലിജിബിൾ അല്ല കേട്ടോ. 6 മിനിറ്റ് മുന്നാണ് ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് നോക്കാൻ പറ്റില്ല. കമൻറ്റ് ഇട്ടിരിക്കുന്നതും 6 മിനിറ്റ് മുന്നാണ്. ഇപ്പോൾ ടാഗ് ചെയ്തിട്ട് നമ്മൾ കൂട്ടില്ല കേട്ടോ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 12 മണി വരെ നമ്മൾ ടൈം കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ആളെ സെലക്ട് ചെയ്യാൻ. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 6 മിനിറ്റ് മുന്നാണ് ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ അനൗൺസ് ചെയ്തിട്ട് നമുക്ക് ടാഗ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ ആളെ നോക്കാം. നമ്മൾ ടൈം ഓക്കെ, നമ്മളിപ്പോൾ മാറ്റിയെടുക്കാം. അല്ല അതല്ലേ നല്ലത്, നമുക്ക് മാറ്റിയെടുക്കാം. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ 6 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ലൈവ് തുടങ്ങി അനൗൺസ് ചെയ്ത ആ സമയത്താണ്. അപ്പോൾ അത് നമുക്ക് എലിജിബിളായി കൂട്ടാൻ പറ്റില്ല. ഓക്കെ, ഞാനപ്പോൾ എക്കെയും പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരെ വിന്നറാവണമെന്ന് നോക്കാം. ശരിയല്ലേ? വരില്ലല്ലോ, ഒരു 6 മിനിറ്റ്സാണ് ടൈം കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗിവ് അവേ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ഗിവ് അവേ മാത്രമല്ല, നിങ്ങൾ ഏതൊരു ഗിവ് അവേ പങ്കെടുക്കുമ്പോഴും
നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെങ്കിൽ കംപ്ലീറ്റ് റൂൾ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് മിസ്സിൽ പോകുമ്പോൾ നമുക്ക് വിഷമമാണ്, അവർക്കും ഇതാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും പേര് 4200 കമൻസ് ഉണ്ട്. അപ്പോൾ അത്രയും പേര് എല്ലാം ചെയ്തിരിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ എഗെയിൻ എടുക്കാം കേട്ടോ. ഇതാ നമ്മൾ എഗെയിൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻ റിക്വസ്റ്റ് പ്ലീസ് ബൈ കോയിൻ ഫോർ ഗിവ്. ഒരു മിനിറ്റ് കേട്ടോ, ഇതിലൊരു ഇതായിരുന്നു. അടുത്തൊന്നും എടുക്കോ? ഇല്ല, ഒന്നും കൂടി നോക്കട്ടെ. റൂൾസ് ഫോളോ മസ്റ്റ്. അതെ, ഹായ് റൂൾസ് പാലിച്ച് 2 പേരെ ടാഗ് ചെയ്യണമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോഴല്ലേ ടാഗ് ചെയ്തിരിക്കുന്നത്, ഒരാളെയാണ് മുന്നേ ടാഗ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 6 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. ബാക്കി 2 പേരെ ടാഗ് ചെയ്തിട്ടുള്ള കമൻറ്റ് ഇട്ടിട്ട്. അതായത് മുന്നേ ഒരാളെ ടാഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ജസ്റ്റ് 6 മിനിറ്റ്സ് മുന്നാണ് കേട്ടോ നിഷ കമൻറ്റ്സ് ഇട്ടിരിക്കുന്നത്. ആയോ? അപ്പം നമുക്ക് അഗെയിൻ കൊടുക്കാം. ഞാൻ എൻ്റെ ഫൈൻ പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അല്ല, ഇത് അഗെയിൻ അങ്ങനെ വരുന്നത്. അതെ, നോക്കട്ടെ, വീണ്ടും എന്തോ ഒരു എറർ വരുന്നു. നോക്കട്ടെ. അയ്യോ, ഒന്ന് ടാബ് ഇടാം. അതെ, മുന്നേ ഇട്ടിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി എനിക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മുന്നേ ആകെ ഒരു ടാഗ് ആട്ടോ വന്നിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ അയച്ചു, നമുക്കിന്ന് വേറെ ആളിനെ എടുക്കണ്ട. ഇയാൾ തന്നെയാണ് വിന്നർ കേട്ടോ. അതന്നെ നമുക്ക് സന്തോഷം. നിഷാഹ് എന്ന പേര്. എന്നാൽ പെട്ടെന്ന് ഞാൻ അടുത്ത് എടുക്കാൻ ഇതാകുമ്പോൾ മുന്നേ മെസ്സേജ്, എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ നോക്കുമ്പോൾ അതാ കണ്ടത്. പിന്നെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ എടുക്കാൻ നിശ്ചയിച്ച്. ഇനിയിപ്പോൾ അല്ല ആള് 2 പേരെ ടാഗ് ചെയ്തിട്ടുണ്ട് മുന്നോന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്യൂ. അതേ ആള് റൂൾസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് 6 മിനിറ്റ്സ് മുന്നാണ് കേട്ടോ. ആളിവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്ന് DM ചെയ്യാവോ? ഞാൻ പെട്ടെന്നൊന്ന് DM ചെയ്യൂ. നമുക്ക് അടുത്ത ആളെ നോക്കണ്ട. നമുക്ക് നിൻഷാക്ക് തന്നെ കൊടുക്കാം ഫസ്റ്റ് ഇത്. പക്ഷെ ആളൊന്ന് എന്നെ DM ചെയ്തിട്ട് പറയണേ. അതെ, അശ്വതി പറയുന്നുണ്ട് അടുത്ത് എടുക്കുന്നതിന് മുന്നേ അങ്ങനെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു തരാം. ഓഫ്കോഴ്സ് അയച്ചു തരണോളൂ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കേട്ടോ, ഒന്ന് ടാബ് ഒന്ന് എന്നെ ഇൻബോക്സ് ചെയ്യട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ. കാരണം കിട്ടിയിട്ട് ഇങ്ങനെ ആൾക്ക് കൊടുക്കാതെ മുമ്പ് ആൾക്കൊരു നമുക്കും ഒരു വിഷമ. ആളോട് ഉണ്ട് പിന്നെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് DM ചെയ്യൂ. ഓക്കെ, ഞാൻ നോക്കാം. നമുക്കൊരു 5 മിനിറ്റ്സ് ഇപ്പം എല്ലാവർക്കും നോക്കട്ടെ. ഒരു മിനിറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്കൊന്ന് മെസ്സേജ് ഇടാവോ? ഇതിപ്പോൾ ആരുടെ അക്കൗണ്ടാ? സുണ്ടിൽ കൊടുക്കൂ. അതെ, കുറച്ച് സമയം നമുക്ക് നോക്കാം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത്രയും പേര് നമ്മൾ വെയിറ്റ് ചെയ്യിക്കുന്നതും ഇതല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് അയച്ചേക്കും. ഞാൻ നോക്കി ഇൻബോക്സ് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. കാരണം ഞാൻ എഴുകി നോക്കുന്നുണ്ട് ഇപ്പോൾ ആള് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കാണുന്നില്ല. മെസ്സേജ് അയച്ചോ ഒന്ന് പറയണേ. ഒന്ന് നോക്കട്ടെ ഇൻബോക്സിൽ.
ആളെന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ എന്താണ്. അതാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് കൊടുക്കാം. ഓപ്പൺ ആവുന്നില്ല. അത് ഓപ്പൺ ആവുന്നില്ലല്ലോ. ഓപ്പൺ ആയോ? അതെ, ഇതിപ്പോൾ നിങ്ങൾ അയച്ചിരിക്കുന്നത് 10 മിനിറ്റ്സ് മുന്നേ, അതായത് നമ്മൾ ഈ ഒരു ഗിവ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഇട്ട ഒരു കമൻ്റ് ആയിരിക്കണം. അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇട്ട കമൻറ്റ് നമുക്ക് പറ്റില്ല. ഓക്കെ. അപ്പോൾ ആള് പറയുന്നത് വേറെയും ഉണ്ട്, ബട്ട് നെറ്റ് കുറവായതുകൊണ്ട് കിട്ടും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണില്ല. അതായത് 10 മിനിറ്റ് മുന്നേ വന്നിരിക്കുന്നത്. സത്യം പറയാൻ കൺഫ്യൂസ്ഡ് ആട്ടോ. അപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. എന്താ ഇപ്പം ചെയ്യുക? നമ്മൾ അത്രയും ചെക്ക് ചെയ്യുമ്പോൾ നോക്കട്ടെ. അവള് മെസ്സേജ് അയക്കണ്ട എന്താ നോക്കട്ടെ. ആണോ? മുന്നും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയ്യോ, നമുക്ക് ഒന്നും കൂടി ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. വേറെ എടുക്കൂന്ന് എനിക്കടാ. ഒന്നും കൂടെ നോക്കട്ടെ. ഇപ്പം ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ അതൊരു ഇതല്ലേ. ഒന്നും കൂടി ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇത്രയും കമൻസ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ആളിപ്പോൾ ഇട്ട കമൻസ് ആണുള്ളത്. ബാക്കി മുന്നിട്ട് ആകെ ഒരാളെ ടാഗ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് ആണേ ഒന്ന് നോക്കി നോക്കട്ടെ. വേറെ ഉണ്ട് സ്വന്തം ഐഡിയിൽ കാണാനോ? അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആക്ടിവിറ്റി പോയി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് എനിക്ക് അതിൻ്റെ ഒരു ഇതന്നെ അയച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ലല്ലോ. നമുക്കത് കമൻറ്റ്സ് കാണാതെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാണുന്നില്ലല്ലോ. ആ ഒരു 3 ബുദ്ധിമുട്ടാണ്. അവർ ആക്ടിവിറ്റി പോയി നോക്കി എനിക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഓൾറെഡി കമൻറ്റ് ബോക്സ് ക്ലോസ് ആണ് കേട്ടോ. ഇപ്പം ഇട്ടിട്ട് കാര്യമില്ല. കുറേ പേര് ഇപ്പം ഇടുന്നുണ്ട്. അതൊന്ന് കമൻ്റ് ഒന്ന് ക്ലോസ് ചെയ്തില്ലേ? സ്ക്രീൻഷോട്ട് അയച്ചാൽ കുഴപ്പം. അതാ ഞാനും പറഞ്ഞത്. എനിക്കൊന്ന് നിങ്ങളുടെ ജസ്റ്റ് യുവർ ആക്ടിവിറ്റിയിൽ പോയി പറഞ്ഞാൽ നിങ്ങൾ ഇട്ട കമൻറ്റ്സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാകും. അതൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആള് ഞാൻ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്കിവിടെ കമൻറ്റ്സ് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു പറയൂ? നിങ്ങൾ ഇപ്പം ഇട്ട കമൻറ്റ്സ് എനിക്ക് കൺസിഡറേഷൻ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ആരായിക്കോട്ടെ. 10-15 മിനിറ്റിലിട്ട കമൻറ്റ്സ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ പറയട്ടെ. ഇപ്പോൾ ആളെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ യുവർ ആക്ടിവിറ്റി പോയാൽ എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ നിങ്ങൾക്ക് തരത്തുള്ളൂ. ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് കമൻറ്റ് ഇടുന്ന സമയം കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാവോ? കാരണം നമ്മൾ വെറുതെ എല്ലാവരുടെയും ടൈം പോവല്ലേ. ഒരു മിനിറ്റ്. ഞാനൊരു 5 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് നിഷയ്ക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ എടുക്കാം കേട്ടോ. അതല്ലേ നല്ലത്. അതെ, ലാസ്റ്റ് അതായത് 6 മന്ത്സിൽ ഡെഫിനറ്റ്ലി ഞാൻ എടുക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഇപ്പോഴാണ് ഓഫാക്കിയില്ലേ? ഇപ്പോഴാണ് ഓഫല്ലേ? അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം കമൻറ്റ്സ് ഇട്ടവർ നമ്മൾ എടുക്കാറില്ല. അതിന് മുന്നേ കമൻറ്റ്സ് ഇട്ടവരെയാണ് നമ്മൾ കൺസിഡറേഷൻ ചെയ്യുന്നുള്ളൂ. അയ്യോ, അതെ, എല്ലാവരും വെയിറ്റ് ചെയ്യണം. ആളൊന്ന് സ്ക്രീൻഷോട്ട് അയക്കൂ. ഞാനൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? 1:07 ആയിട്ടുണ്ട്. 1:11 1:10 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ 1:10 ഒന്ന് വേഗം അയക്കും. ഓക്കെ, യെസ്. ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. എന്താ നോക്കട്ടെ. യെസ്, വന്നിട്ടുണ്ട്. അത് നമ്മുടെ കാണുന്നില്ലല്ലോ. നോക്കി നോക്ക്. 3 ഡേയ്സ് മുന്നേ കമൻസ് ഒന്ന് നോക്ക്. അല്ല, ഒന്ന് നോക്ക്. യെസ്, നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കെന്നെ കൊടുക്കാം. 3 ഡേയ്സ് ഒന്ന് നോക്കട്ടെ കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു കമൻറ്റ് നമ്മൾ കണ്ടില്ല.
അതെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് അയക്കണം. നമുക്ക് ആ ഒരു ഗ്യാപ്പിലില്ലേ നമ്മുടെ ഒരു പുതിയൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു കളക്ഷനാണ് കേട്ടോ. അതൊന്ന് ഞാൻ വെരിഫൈ ചെയ്യട്ടെ. എനിക്കൊരു സെറ്റല്ലേ ചേച്ചീന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ ഞാൻ ഒന്ന് വെരിഫൈ ചെയ്തോട്ടെ കേട്ടോ. നിൻഷ അല്ലേ, 3 സെപ്പറേറ്റ് ആയി വിട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ വെരിഫൈ ചെയ്തോട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ കളക്ഷനാണ് കേട്ടോ. നന്നായിട്ടുണ്ടോ? 450 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പീസാണ് ഇത്. പിന്നെ നമ്മളെപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ലൈവ് വന്നപ്പോഴും ലൈവ് കാണുന്നവർക്ക് നമ്മൾ എന്താ പറയുക നല്ലൊരു ഡിസ്കൗണ്ടിൽ ഒരു പീസ് ഇറക്കിയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ അടുത്ത് എല്ലാവരും വാങ്ങി സോൾഡ് ഔട്ട് ആയിട്ടോ. അതുപോലെ ലൈവ് കാണുന്നവർക്ക് നമ്മൾ എഗെയിൻ ഈ ലൈവ് കാണുന്നവർക്ക് അത്ര ഒരു ഓഫർ പോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു ഐറ്റത്തിന് ജസ്റ്റ് 320 റുപ്പീസാണ്. ഓക്കെ, നിങ്ങൾ ഈ ലൈവിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് അയച്ചിരുന്നത് ജസ്റ്റ് 320 റുപ്പീസിനാണ് കേട്ടോ ഇത് കിട്ടുന്നത്. നല്ലൊരു നെക്ക് പീസാണ് ഈ റേറ്റിന്. ഓക്കെ, ഇയറിങ്സും വരുന്നുണ്ട് 320 റുപ്പീസ്. ഓക്കെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ആള് നോക്കട്ടെ, കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്ക്. എന്താ ആള് ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ? 3 ഡേയ്സ് മുന്നാണ് ടാഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ടാഗ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? 3 ടാഗ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗിവയുടെ വിന്നർ നിൻഷയ്ക്കാണ്. താങ്ക് യു സോ മച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തതിനും കമന്റ് ഇട്ടതിനും ആൻഡ് കൺഗ്രാറ്റുലേഷൻ. നമ്മുടെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ആള് അയച്ചെന്തും കൂടെ നന്നായി. നമ്മൾ വേറെ ആളെ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കിട്ടി പറഞ്ഞാൽ ഞാൻ ആകെ ഇതായി പോയെന്നെ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് നിൻഷ. നമ്മൾ എന്നെ ഒന്ന് DM ചെയ്യും, എന്നിട്ട് അഡ്രസ്സൊക്കെ ഇട്ടുതരും കേട്ടോ. ഞാൻ നാളെ തന്നെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ കൺഗ്രാജുലേഷൻ. നമ്മൾ ഇനി നെക്സ്റ്റ് ഗിവ് അവേ വരുന്നത് നമുക്കൊരു 5000 ആവുമ്പോഴാണ്. അതോ 3000 വേണമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, നമ്മൾ പെട്ടെന്നൊന്ന് 5000 അയക്കുന്ന ഒരു വലിയ ഗിവ് അവേ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നിമിഷം എനിക്ക് താങ്ക്സ് കൊണ്ടൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻ. നമ്മുടെ നെക്സ്റ്റ് ഇതാട്ടോ. നിങ്ങൾക്ക് ഐറ്റം എന്താ അവിടെ ഉണ്ട്. ഇതാണ് ഐറ്റം വരുന്നത്. ഈ ഒരു നെക്ക് പീസും ഈ ഒരു ഇയറിങ്സും ആണ്. ഇതിൻ്റെ ഇയറിങ്സും കൂടി ഉണ്ട് കേട്ടോ. ആളെ എനിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എന്താന്ന് വോയിസ് നോക്ക്, എന്നിട്ട് കാണിച്ചാൽ മതി. അല്ല, അവിടെ നിന്ന് കേട്ടിട്ടായോ? എന്താണ് കണ്ടില്ല സെപ്പറേറ്റ് എൻ്റെ ഒരാൾ വോയിസ് ഇട്ടിട്ടുണ്ട്. പേഴ്സണൽ മെസ്സേജ് എന്തെങ്കിലും ആണെങ്കിൽ ഞാനിത് ലൈവിൽ കാണിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഇത്രയും കമൻസ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓക്കെ, കൺഗ്രാജുലേഷൻ നിൻഷ. പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസും കൂടെ നമ്മുടെ പുതിയ സ്റ്റോക്ക് ലൈവില് ഈ ഒരു ബീറ്റ്സിന്റെ ഒരു മാലയാണേ. കുഞ്ഞെന്താ പറയണേന്നോ, അവർക്ക് മടി ഇതൊന്ന് നിർത്തിയിട്ട് വരാൻ വേണ്ടിയിട്ടാ പറയുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ ഇത് നമ്മുടെ അടുത്തൊരു കളക്ഷനാണേ. ഇത് ഡബിൾ ഇതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് തിരിച്ചിട്ട് വന്നാൽ അടിയിൽ വേറെ ടൈപ്പിലും യൂസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ഇത് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ലൈവിലാണ് കേട്ടോ ഇതൊന്ന് കാണിക്കുന്നത്. നല്ലൊരു ഇയറിങ്സ് വരുന്നുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഈ ഒരു മാല വരും. ഇത് തിരിച്ചിട്ട് വന്നാൽ ഇങ്ങനെയും വരും. അപ്പോൾ നമുക്ക് ഒന്ന് വാങ്ങിയിട്ട് 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. വിത്ത് ഇയറിങ്സാണ് വരുന്നത്. അതുപോലെ ഇത് നമ്മുടെ കയ്യിൽ വരുന്നൊരു പുതിയ സ്റ്റോക്കാണ്. നെക്സ്റ്റ് ഒരു കരിമണിയുടെ ഒരു പീസും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പേജിൽ ഇടാം കേട്ടോ. പിന്നെ ഇതൊന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യണതിന്. അപ്പോൾ ഒരുപാട് പേര് ലൈവിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക. ഹായ് എല്ലാവർക്കും ഹായ്. അപ്പം വൺസ് അഗെയിൻ നമ്മുടെ ഗിവ് അവേ വിന്നറായ നിൻഷയ്ക്ക് കൺഗ്രാജുലേഷൻ. ആളുടെ ഐറ്റം ഇവിടെ റെഡിയാണ്. ആളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് ഗിവ് അവേയുടെ വിന്നർ നമ്മൾ അതുപോലെ ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ് എനിക്ക്. ഇവ
ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ഗിവേയുടെ വിന്നറിനെയും കൂടെ നമ്മൾ അങ്ങനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് നാളെ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു ഗിവ് ആയിട്ട് നമുക്ക് ലൈവിൽ കാണാം. പിന്നെ നമ്മളിപ്പോ ഗിവ് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് നല്ലൊരു ഓഫർ ആയിട്ടില്ല. 320ക്ക് ഒരു ഐറ്റം വേണമെങ്കിൽ ഈ നമ്മൾ ലൈവ് നിന്നതിന്റെ സ്ക്രീൻഷോട്ടും കൂടെ അയച്ചിട്ട് എനിക്കൊന്ന് DM ചെയ്താൽ മതി. ഇവ 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 ഇപ്പൊ വരാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ലൈവ് ഒന്ന് എൻഡ് ചെയ്യാം. അപ്പൊ എനിവേ അത്രേനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് റീസെല്ലിങ്ങിനെ കുറിച്ചും ഹോൾസെയിലിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ എന്നെ ഒന്ന് DM ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സും എല്ലാവരും എനിക്ക് തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ന് ഒരുപാട് പേര്, അതായത് ഇപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ലൈവ് വരാം, അടുത്തൊരു ഗിവ് ആയിട്ട് ലൈവ് വരാം. പെട്ടെന്ന് തന്നെ ഒരു 5000 ആവട്ടെ. വലിയൊരു ഗിവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിവേ ബൈ ബൈ. വരാ എവിടെ കൈ കണ്ടില്ല. ബൈ വരാ ബൈ. ഓക്കെ ബൈ. ആണോ?